ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഒരു യാത്ര പോവുകയാണ്. ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ വണ്ടി കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ മൊയ്തീൻ ഭായിയുടെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം ഐ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ഐ ടെസ്റ്റ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. ഐ ടെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടുത്തെ മോട്ടോർ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സെർവറിൽ നിന്ന് ഒരു മെസ്സേജ് വരും നമുക്ക്. ആ മെസ്സേജ് വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ബാങ്ക്, ഏതെങ്കിലും ഒരു ബാങ്ക് ആപ്പിൽ നിന്ന് നമ്മൾ ക്യാഷ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ലൈസൻസ് കളക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളിവിടെ ഹോസ്പിറ്റലിലോട്ട് ഐ ടെസ്റ്റിന് പോവുകയാണ് അല്ലേ. ഞാൻ ഇന്നലെ സുബൈക്ക് പോയായിരുന്നു. അപ്പോൾ സുബൈക്കിൽ പോയി കുറച്ച് വൈകുന്നേരം പോയി അവിടെ ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വന്നപ്പോൾ അവിടുത്തെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തായിരുന്നു ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇവർ ആ ക്ലിപ്പ് നമ്മൾ ഐ ടെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയം കൊണ്ട് ഇവർ ആ ക്ലിപ്പ് കണ്ടിട്ട് വട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് പോയാൽ നമ്മൾ ആ സമയം കൊണ്ട് ഐ ടെസ്റ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. ഇന്ന് വെള്ളിയാഴ്ചയില്ലേ, അപ്പോൾ നമുക്ക് ഞായറാഴ്ച പോവാം. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ്. വൈകുന്നേരം ഇവിടെ ഇപ്പോൾ സമയം എത്രയായി? 4:30 മണിയായി. ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ബ്രദർ, ഇത് വ്ളോഗാണ്. നമ്മളെ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ലൈഫ് ഡേയ്സ് സജീവനാണ്. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ കാണാം. പാവപ്പെട്ടവരുടെ മാർക്കറ്റ്. നമ്മൾ അങ്ങനെയാണ് ഇട്ടിരുന്നത് അല്ലേ, ക്യാപ്ഷൻ കൊടുക്കും. ഒരുപാട് റോഡിലൊക്കെ ഇങ്ങനെ വെച്ച് സമൂസ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മീന്, ഇറച്ചി ഇതെല്ലാം ഇവിടെ വിറ്റുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ മുനിസിപ്പാലിറ്റിന്റെ കർശനമായിട്ടുള്ള പ്രശ്നങ്ങളോടാണ് ഇവരാരും റോഡ് സൈഡിലൊന്നും വിൽക്കാത്തത്. അതൊരു വേറെ ഒരു രസമായിരുന്നു മാർക്കറ്റ്. ബംഗാളീസൊക്കെ ഇതൊരു അത്ഭുതമായിട്ട് മലയാളീസ് നോർമലാണ്. ഓരോ ചാനലുണ്ടാവും. പാക്ക് ചെയ്ത് വെച്ചേക്കും. ഓരോ പാക്ക് ചെയ്ത് ഇനി കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ വൈറ്റ് ഹൗസിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കാനുള്ള പരിപാടിയാണ്. 2 കരിമ്പിൻ ജ്യൂസ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയില്ല, വാങ്ങാൻ പോകണം. 3 3 തരാം. വൈകുന്നേരം സമൂസ, നെയ്യപ്പം, പരിപ്പ് വട, ഇലയപ്പം എല്ലാം ഉണ്ട്. കൊണ്ടുവന്ന് സാധനത്ത് കയറ്റുന്നത്. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് മേടിച്ചു. ഇത് 3 റിയാലാണ് ഈ കരിമ്പിൻ ജ്യൂസ്. ഇവിടെ വന്നിരുന്ന് കുടിക്കാം. ഞാൻ അവിടെ നിന്ന് അകത്തുനിന്ന് എഴുന്നേറ്റ് വെളിയിൽ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇതേപോലെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരുന്ന് കുടിക്കുക. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. ഇഷ്ടംപോലെ ഹിന്ദിക്കാരാണ് ഇവിടെ വരുന്നത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടംപോലെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ബാക്കി വന്ന വേസ്റ്റ് ഗ്ലാസ് ഇതിനകത്ത് നിക്ഷേപിച്ചു. ഒരു ഡ്രസ് കടയിൽ കയറി. ഈ ബ്രിഡ്ജിൽ നിന്ന് കയറി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങാൻ നിൽക്കുവാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ കയറുകയാണ് ഞാൻ. എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നല്ലൊരു ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വേണമെങ്കിലും കയറി ഇങ്ങനെ പോവാം. നമ്മളിപ്പോൾ ഈ അറ്റത്തൂടെ ഞാൻ കയറി പോവുകയാണ്. ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. ബ്രിഡ്ജിൽ സൈക്കിളൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിലിവിടെ നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സുകളാണ് സാർക്കോ എന്നാണ് പറയുന്നത്. അപ്പം ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. ബസ്സുകൾ, ആളുകൾ കയറി പോകാൻ പോകുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോകുന്നതിന് ബസ്സിൻ്റെ ബോർഡ് അവിടെ മേളിലിങ്ങനെ കാണിക്കുന്നു ഇങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ബസ്സിൻ്റെ ഉള്ളിലൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് പോകണം. ഓൺലൈനിലൊക്കെ എടുക്കാൻ പോകുന്നു.
ഇതിനകത്ത് ഫുട്പാത്ത് കണക്കുള്ള നമ്മുടെ ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കണക്ക് ഫുട്പാത്തിൽ കച്ചവടങ്ങളാണ്. സൈഡിലും വാച്ച് റിപ്പയറിങ് കടകളൊക്കെ കാണാം. ബാർബർ ഷോപ്പ്. ഞാൻ കുറച്ച് ഇപ്പുറത്ത് വന്നായിരുന്നു. ഇവിടെയും 10 റിയാൽ 20 റിയാലിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. 40 റിയാൽ 30 റിയാൽ. നമ്മുടെ നാട്ടിലെ ഫുട്പാത്ത് കച്ചവടങ്ങൾ അങ്ങനെ കാണും. വാച്ച് റിപ്പയറിങ്, ബെൽറ്റ്, ചെരുപ്പ് കട, തുണിക്കടകൾ. എല്ലാവരും ആകൃഷ്ടരായിട്ട് നമ്മളെ വിളിക്കുകയാണ്, വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. മൊബൈൽ റിപ്പയറിങ് ഷോപ്പുകളാണ് ഈ കാണുന്നത്. കൊച്ചു മൊബൈൽ റിപ്പയറിങ് ഷോപ്പുകൾ, മൊബൈൽ ആക്സസറീസ്, വിവിധ തരത്തിലുള്ള കടകളാണ് ഈ കാണുന്നത്. ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ ഒരു കത്തിയൊക്കെ വിൽക്കുന്ന കടയാണ്. അപ്പോൾ കത്തി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് കിട്ടുന്ന കത്തികളാണ്. അപ്പോൾ ആ കത്തിക്കൊക്കെ ഒരു കത്തിക്ക് ഫിഷ് വെട്ടുന്ന കത്തിയുടെ വില ഞാൻ ചോദിച്ചു. 2000 റിയാൽ, അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസ് 40,000 രൂപയ്ക്ക് പുറത്തുണ്ട് ഒരു കത്തിയുടെ വില. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ നമ്മുടെ മലയാളിയുടെ ഷോപ്പാണ്. ഇവിടെ എല്ലാ സ്ട്രീറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ കയറി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം. മലയാളികളൊരു ഷോപ്പാണ്. ചേട്ടൻ്റെ പേരെന്തുവാ? റാഫി. നാട്ടിലെവിടെ? ഞാൻ നാട്ടിൽ തൃശ്ശൂർ. ചൂണ്ടയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വല്ല ആറ്റിലോ കായലിലൊക്കെ പോയി മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വാങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കയറിയതാണ്. ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ സാധനം. ഇതിനകത്ത് ഫിറ്റ് ചെയ്യും, അതിനകത്ത് ഫിറ്റ് ചെയ്യും. ഓക്കെ. സെപ്പറേറ്റ് ഓരോന്ന് വാങ്ങിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇതിൽ എല്ലാം കോംബോയാണ്. ഓ, ഇങ്ങനെയാണ് സംഗതി. അത് പക്ഷേ 2 പീസാണ് കേട്ടോ. 2 പീസാണ് ആ സാധനങ്ങൾ. ഇതേപോലെ ചെറുതായിരുന്നതല്ല, 2 പീസാണ്. നമ്മുടെ ഷോപ്പിൻ്റെ പേരെന്തോ? റഹ്മാനിയുടെ ഓപ്പോസിറ്റ്. അതെ. ഇത് ഏകദേശം എത്ര റിയാലൊക്കെ? പല റിയാലിനുണ്ട്. പല ടൈപ്പ്. 70-80 മുതൽ 450-500 വരെ 500 വരെ ഉള്ളതുണ്ട്. ഓക്കെ. എല്ലാം കണക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന. ഇതുപോലെയാണ്. ഇതിപ്പോ ഈ 450 ആണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ മീൻ കൊത്തിയിട്ട് അത്യാവശ്യം വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പൊക്കി കഴിഞ്ഞാൽ പിന്നെന്താ സംശയമില്ലല്ലോ. അത് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഐഡിയ ആണ്. അടുത്ത ആഴ്ച കാണാം. സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ വീണ്ടും 2 ബസ്സുകളൊക്കെ കാണാം. അപ്പോൾ ഇനി പാലം ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തിറങ്ങി. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി അപ്പുറത്ത് കിടക്കും. അപ്പോൾ ബ്രിഡ്ജിൽ വീണ്ടും കയറി തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് കയറിയത്. കുറച്ച് ആൾക്കാർ അതിലേ കൂടെയൊക്കെ കയറുന്നു. ആളുകളെല്ലാം ഈവനിങ്ങിനൊക്കെ വന്ന് പർച്ചേസൊക്കെ ചെയ്ത് തിരിച്ചും മടങ്ങുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ ഉള്ള കാഴ്ച നമുക്ക് ഈ ബ്രിഡ്ജിൽ കാണാം. ഞാൻ വൈറ്റ് ഹൗസിൽ വന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് എൻ്റെ പരിപ്പ് വട എടുത്ത് കഴിക്കുകയാണ്. പരിപ്പ് വട കഴിച്ചിട്ട് റൂമിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വൈറ്റ് ഹൗസിൽ വന്നൊരു ചായ കുടിച്ചിട്ട് പോകാൻ ചെയ്തത്. നല്ല ചൂടാണ്, എങ്കിലും ഒരു ചായ കുടിക്കാൻ ചോദിച്ചു. ഈവനിങ്ങിൽ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ കോബാർ അക്രവി എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടൊന്നും നമുക്ക് പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു വണ്ടി ഇരുന്നുകൊണ്ട് എടുത്തത്. അപ്പോൾ നമ്മൾ വിജയകരമായിട്ട് ഐ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് എവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്? എയർപോർട്ട്. നമ്മൾ ദമാം എയർപോർട്ടിൽ പോവുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എയർപോർട്ടിലോട്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടല്ലേ? രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലല്ലേ റോഡിലെ? നല്ല തിരക്കൊന്നുമില്ല.
ഇപ്പൊ പോയ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ഏതൊരു പ്രവാസി നാട്ടിലോട്ട് പോകുമ്പോഴേ ഈ ലഗേജ് കൊണ്ടുപോകില്ലേ, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പം ബന്ധുമിത്രാദികളൊക്കെ ഈ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കും ഈ ലഗേജിനകത്ത് എന്താണ്. ഒരു പ്രവാസി നാട്ടിൽ പോയാലും ലഗേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കും ഒരു ആകാംക്ഷയാണ്. കൊണ്ടുവരുന്ന ചെറിയൊരു ലഗേജ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തായിരിക്കും കൊണ്ടുവരുന്നത്, സ്വീറ്റ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ചാർ ഐറ്റംസ്, മീൻ അച്ചാറൊക്കെ കൊണ്ടുവരികയാണ്. നമുക്കത് ഭയങ്കര പുണ്യമല്ലേ. അപ്പൊ ഈ പ്രവാസി അങ്ങോട്ട് പോയാലും ലഗേജ്, ഇങ്ങോട്ട് വന്നാലും ലഗേജ്, ശരിയല്ലേ? ഞാൻ പറഞ്ഞു തന്നെ ഈ പ്രവാസികൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഏതൊരു എയർപോർട്ടിലും കാണാമെന്നുള്ളൊരു കാഴ്ചയാണ് ഈ സന്തോഷവും ദുഃഖവും അല്ലെ. ഒരു സൈഡിൽ സന്തോഷവും ഒരു സൈഡിൽ ഇത്ര അടി. ഈ കാണുന്ന എന്താണ് ഈ ബിൽഡിംഗ്? ഇത്ര ബിൽഡിംഗ് അറാംകോ ഇത്ര ബിൽഡിംഗ്. റോഡ് ബ്ലോക്കാണ് സുഹൃത്തുക്കളെ. അവിടെ വർക്ക് നടക്കുന്നു അപ്പുറത്തെ സൈഡിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക്. റൈറ്റിലോട്ട് പോയാൽ ജുബൈലിലോട്ട്. ഇപ്പോൾ ജുബൈൽ വഴിയാണ് പോകുന്നത്. ഇപ്പോൾ ജുബൈൽ വഴിയാണ്. ഓക്കെ. ഈ കാണുന്നത് കണ്ട് ഇവിടുത്തെ റെയിൽവേ പാളമാണ്. ഇവിടെ ദമാമിൽ നിന്ന് റിയാദിലോട്ട് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. നമ്മളല്പം നേരത്തെ വന്നല്ലേ. ഫ്ലൈറ്റ് ലാൻഡിങ് ടൈം 10:30. ഇപ്പോൾ വരുന്നൊരു മെഡിക്കൽ കോളേജാണ്, പുതിയതായിട്ടുള്ള ഹോസ്പിറ്റൽ. പണി നടന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലുത് കേട്ടോ. എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. നമ്മുടെ സുഹൃത്ത് ഇവിടെ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ഫോൺ ചെയ്തായിരുന്നു. പാണ്ട സൗണ്ടിന്റെ തൊണ്ടയ്ക്കൊക്കെ ഇടർച്ചയുണ്ട്. നാട്ടിൽ നിന്ന് വന്നതിന്റെ ആ ഒരു വിഷമം. അത് ഇവിടെ സ്ഥിരം നിൽക്കുന്നവർക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലേ, അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറും. ഇത് പുതിയതായിട്ട് വന്ന പാർക്കിംഗ് ഏരിയ ആണ് അല്ലേ? അതെ അതെ, ലോങ് ടേം പാർക്കിംഗ്. അത് 3 ദിവസം 4 ദിവസം 5 ദിവസം മാസക്കണക്കിലിടാം. അത് ശരി. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഈ കാണുന്നതാണ് എയർപോർട്ട് ബിൽഡിങ്. വന്നില്ല, ലഗേജ് എത്തിയില്ല. ഓക്കെ 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 ഓക്കെ. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ വണ്ടിയാണ് ഇങ്ങനെ ഇപ്പം ഗേറ്റിൻ്റെ മുമ്പിലുണ്ട്. റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യാം, നമ്മൾ അകത്ത് പാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്തിരി ലേറ്റ് ആവുമായിരിക്കും. കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. സുഹൃത്ത് അവിടെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ കാണുന്നതാണ് വെയിറ്റ്. മേലിലോട്ട് പോകുന്ന ഡിപ്പാർച്ചർ ഏരിയയാണ്. താഴെ അറൈവൽ ഏരിയ. ഇതാണ് ദമാം എയർപോർട്ട്. ഫ്രണ്ടിൽ മസ്ജിദാണ് അല്ലേ? ആ കാണുന്ന മസ്ജിദ് അല്ലേ? മസ്ജിദും അതിൻ്റെ അണ്ടറിൽ കാർ പാർക്കിംഗ് ഏരിയയും ഒക്കെയാണ്. വലിയ അക്ഷരത്തിൽ അറാംകോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ എയർപോർട്ടിൻ്റെ മുൻവശത്തായിട്ട്. സുഹൃത്ത് ആ ഭാഗത്താണ് വരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒന്നുകൂടെ റൗണ്ട് ചെയ്യാൻ പോകും. കാര്യം പുള്ളി അകത്താണല്ലോ. ഇവിടെ പാർക്ക് അധിക നേരം ഇവിടെ വണ്ടി ഇട്ടുവിടും. ഇത് വന്നിട്ട് ഡിപ്പാർച്ചർ ഏരിയയാണ്. ഏതൊരു പ്രവാസി നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു ഏരിയയാണ് ഈ ഡിപ്പാർച്ചർ ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഡിപ്പാർച്ചർ ഏരിയയിൽ വന്നത് ഞങ്ങളുടെ കൂട്ടുകാരൻ അവിടെ ലഗേജ് എടുക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് ഇങ്ങോട്ട് വന്നത്. കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദമാം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വലിയ ബോർഡ്. ഇവിടെയെല്ലാം വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ 200 റിയാൽ ഫൈനാണ്. 200 റിയാൽ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് നമ്മുടെ നാട്ടിലെ 4000 രൂപയ്ക്ക് പുറത്തുണ്ട് അല്ലേ?
നമ്മുടെ സുഹൃത്ത് വിളിച്ചെന്ന് തോന്നുന്നു. 5 നമ്പർ ഗേറ്റ്. ഹലോ, ആ പറഞ്ഞോ, എത്തിയാ? ആ ശരി ശരി, 5 നമ്പർ ഗേറ്റ് വാ. ഓക്കെ, ഗേറ്റ് നമ്പർ 5 വാ. ഓക്കെ, 5 നമ്പർ ഗേറ്റ്. ഓക്കെ. നമ്മുടെ സുഹൃത്ത് ഗേറ്റ് നമ്പർ 5 നിൽക്കാനാണ് പറഞ്ഞത്. ഇത് ഗേറ്റ് നമ്പർ 1 ആണ്. ഓ, 5 നമ്പർ ഗേറ്റിലെ കൂടുതൽ ഗേറ്റ് നമ്പർ 5 നിൽക്കാനാണ് പറഞ്ഞത്. അവിടെ ഇത്ര റഷാണ്. 5 ഇതവിടെ. പക്ഷെ അവൻ അവിടെ ഉണ്ട്. അതവിടെ ഉണ്ട്. ടീഷർട്ടിലിട്ട് പൊളിച്ചെന്നെ. എവിടെ? അതവിടെ ഉണ്ട്. ബ്ലാക്ക് ഷർട്ടൊക്കെ ടീഷർട്ടൊക്കെ ഇട്ടേക്കുന്നത്. ഈ കാണുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് നമ്മുടെ സുഹൃത്ത്. നാട്ടിൽ വരുമ്പോൾ തന്നെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ആദ്യം ലഗേജ് നമ്മൾ എടുത്ത് മൊയ്തും പോയി എടുത്ത് വയ്ക്കും. സൗഖ്യമാ? ബാഗ് അകത്ത് വയ്ക്കാം. മുതലാളി പറയുകയായിരുന്നു. എന്തുണ്ട്, സുഖം തന്നെ? അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ പേര് യാസർ എന്നാണ്. യാസർ 2 മാസം, എത്ര മാസത്തേക്ക് നാട്ടിൽ പോയ? 2 മാസത്തേക്ക്. എല്ലാരും ശരിക്കും ഒന്ന് കണ്ടോ? ഒരു ഹായ് കൊടുത്തരാം നമ്മുടെ ചാനലിൽ എല്ലാവർക്കും. ആ ഓക്കെ. കഴിച്ചാലോ? ഫുഡ് കഴിച്ചാ? இது ஃபர்ஸ்ட் வெளிய வந்துட்டு பிசினஸ் கிளாஸ் உண்டுல அடுத்து நெக்ஸ்ட் சீட் என்னோட சீட் തൊട്ട് ബാക്ക്. ഫസ്റ്റ് வந்து ലഗേജ് പക്ഷേ ലഗേജ് എസി വരുത്. ഓപ്പൺ ലഗേജ് ഇവിടെ 2 കൗണ്ടർ ഉണ്ടല്ലോ, മറ്റേ 2 ഇതില്ലേ? ഒന്നുതാ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഒന്ന് അതാ ഇത്ര ലേറ്റ് ആയി. റൂമുக்கு தானே போற? ஆமா. இது அப்சரால சோறு சாப்பாடு வாங்கிட்டு போயிருவோம். ஆனா ഈ ചേക്ക് അവിടുന്ന് വാങ്ങിക്കൊണ്ട് റൂമിൽ വിട്ടിട്ട് വന്നേ. ശരി, ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. യാസർ ഭായി വന്നിട്ട്, സ്ഥലത്തിൻ്റെ പേരെന്താണ്? തിരുനെൽവേലി. തിരുനെൽവേലിയിലുള്ള സുഹൃത്താണ്. 4 വർഷമാവില്ലേ നമ്മൾ പരിചയപ്പെട്ടിട്ട്? പൈസ പൈസ ഉണ്ടോ? ഞാൻ കൂടെ വരണോ? പൈസ ഉണ്ടോ? പോയിട്ട് ഉള്ളിൽ പോ. ഒന്നും വേണ്ട. പായസം കുടിച്ചു. നമ്മളാ അപ്സര റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു. യാസർ ഭായി ഒരു ഊണ് വാങ്ങിച്ചു. പിന്നെ നമുക്ക് മിറിൻ്റെയൊക്കെ മേടിച്ചു തന്നു. യാസർ കൂട്ടുകാരൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് യാസറിൻ്റെ റൂം. മോദി ഭായി വണ്ടി പാർക്ക് ചെയ്യുവാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം അല്ല, യാസറിൻ്റെ റൂമിൽ ഫസ്റ്റ് ടൈമാണ്. വണ്ടി വരുന്നുണ്ട് സുഹൃത്തുക്കളേ. അപ്പോൾ യാസർ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ യാസറിൻ്റെ റൂമിലോട്ട് കൊണ്ടാക്കാനുള്ള പരിപാടി. ലഗേജ് എടുക്കണം. ലഗേജ് എടുക്കൂ. മുഴുമ്പോ ആ വണ്ടിയിലിരുന്ന വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് അവിടെ വേസ്റ്റ് ഡ്രമ്മിലിട്ടു. ഇനിയൊന്നുമില്ലല്ലേ? നമ്മുടെ യാസർ ബ്രദർ മേടിച്ചിരുന്ന മിറിൻ്റെ, നല്ല തണുത്ത മിറിൻ്റെ. അപ്പോൾ ആ തണുത്ത മിറിൻ്റെ കുടിക്കുകയാണ്. കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ എപ്പോഴും പറയും പോലെ നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടല്ലേ നമുക്ക് വീണ്ടും കാണാം. സ്വാഗതം. നന്ദി, നമസ്കാരം. സ്വാഗതം ആദ്യം പറഞ്ഞു. നന്ദി, നമസ്കാരം. ബൈ.